ദേവസ്വം ബോർഡ് എക്സാം നമ്മൾ പഠിച്ചു തുടങ്ങി. ഡേ 2 നമ്മൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അധ്യാപകരുടെ ഒരു സഹായം എടുക്കുക. ഈ സമയത്ത് നമുക്ക് ജോലി നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റാങ്കുകൾ നേടുന്ന കോമ്പറ്റിറ്റീവ് ക്രാക്കറിനോട് തന്നെ നിങ്ങൾക്ക് കൂട്ടുകൂടി പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേ 2 എന്തൊക്കെ പഠിക്കാൻ സാധിക്കും? ക്ഷേത്രങ്ങൾ, ആരാധനാമൂർത്തികൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഐതിഹ്യങ്ങൾ, പ്രധാനപ്പെട്ട പൂജകളുണ്ടെങ്കിൽ അവ പഠിക്കണം. പിന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ജോഗ്രഫി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡേറ്റയെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അത് ചോദിക്കുന്നതുമാണ്. നമുക്ക് ഡേ 2 അത് പഠിക്കാം. ദെൻ കറണ്ട് അഫയേഴ്സിൽ ഇന്ന് പഠിക്കാൻ പോകേണ്ടത് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ആണ്. കുറേ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, അത് പ്രത്യേകം തന്നെ പഠിച്ചു വയ്ക്കുക. പുതിയ അപ്പോയിൻമെൻറ്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നീതി ആയോഗ്, GST ഇവയാണ് രണ്ടാമത്തെ ദിവസം ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. ദെൻ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അവരുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ. ആ ഒരു ഓർഡറിൽ തന്നെ അത് പഠിക്കുക. ദെൻ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാ ദിവസവും ചെയ്തു നോക്കുക. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. വെറും 3 മണിക്കൂർ കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ പോർഷൻസാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡേ 2 പോർഷൻ എന്നുള്ളത്.